അപ്പോൾ ഇതേ 5 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയാലുള്ള അവസ്ഥ ഇനി കാണുന്നത് ആകെപ്പാടെ പൊടി പിടിച്ച് ആകെ മറലൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ചെടികളൊക്കെ ആകെ വറ്റി വരണ്ടിരിക്കണ അവസ്ഥയാണ് കേട്ടോ. നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം നല്ല വെയിലല്ലേ, നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല വെയിൽ കിട്ടും. അപ്പോൾ നല്ല വെയിലായിരുന്നു. കാരണം തന്നെ ചെടികളൊക്കെ ആകെ ഒരുമാതിരി അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും എന്തോ ഭാഗ്യത്തിന് കുറേ എണ്ണം നാശമായില്ല കേട്ടോ. കാരണം അമ്മാതിരി വെയിലാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഇത് കുറേ എണ്ണം നാശമായി പോയിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് ആകെപ്പാടെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥയ്ക്ക് ഒന്നും പറയണ്ട, ആകെപ്പാടെ ഇല്ലാണ്ടായിരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ തുളസി ഉണ്ടല്ലോ, കുറേ തുളസി നമ്മളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു കേട്ടോ. കുറേ കൃഷ്ണ തുളസി ഉണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരോ ആരായാലും അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകും. അങ്ങനത്തെ രീതിയിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ അതേ നമ്മളിനി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് ജലദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി പൊടികളൊന്നും ശ്വസിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാസ്കൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റായിട്ടാണ് നമ്മളുടെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ വീടിൻ്റെ ഉള്ളു വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആകെ പൊടിമോനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പുത്രനൊക്കെ ഉണ്ട്, ചേച്ചിയുടെ മോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചേച്ചി അൻസാർ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അവിടെ മോനും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് വീട്ടിലാണ് കേട്ടോ, അവിടെ ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണം അവളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവൻ ആകെപ്പാട് ഉള്ളിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് മുട്ടുകുത്തി നടക്കും. അത് കാരണം തന്നെ നമ്മൾ ഉള്ളിലൊന്ന് ആദ്യം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുൾ മാറാലായിരുന്നു നമ്മളുടെ. എന്താ പറയുക, നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വീട് അവരുടെ എന്നുള്ള രീതിയിൽ എട്ടുകാലിയും അതേപോലെ തന്നെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ മാറലൊക്കെ തട്ടി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മളുടെ വീഡിയോസ് കാണാത്തവർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് കഫം കെട്ട് കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, 5 ദിവസം ഉണ്ടായിരുന്നു നമ്മൾ അൻസാർ ഹോസ്പിറ്റലിൽ. അപ്പോൾ കഫക്കെട്ട് കൂടിയിട്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ചേച്ചിക്കും എല്ലാവർക്കും ജലദോഷം കഫക്കെട്ടൊക്കെ ആയിരുന്നു. പനി അങ്ങനെ ഇല്ല കേട്ടോ. ചുമയൊക്കെ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാനും പണിയാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ ഇത് പുത്രൻ വരുന്നുണ്ട് കേട്ടോ. അവൻ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ല. അപ്പോൾ അവൻ ഈ കച്ചറയിൽ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പത്തിന് ഞാൻ വേഗം ഒന്ന് ക്ലീനാക്കി എടുത്തു. അപ്പോൾ ഇതേ ഓടി ഞാൻ വരണുണ്ടപ്പോൾ പിന്നെ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. പുറത്തത്തെ പണി അടിച്ചുവരലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അകത്ത് തുടക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ പുറത്ത് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിയും കൂടിയും വീണ്ടും ചിലപ്പോൾ അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തുടച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ, അത് വെറുതെ ആയി പോകും. അപ്പോൾ ഞാൻ പുറത്തത്തെ ഈ ഒരു വെള്ളം തന്നെ അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് തുടയും പരിപാടിയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ചെടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. കാരണം അത്രയും നല്ല രീതിക്ക് വളർന്നു വന്ന, നല്ല രീതിക്ക് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് തന്നെ കരിഞ്ഞിട്ടുണ്ട്. 5 ദിവസം മാറി നിന്നാൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം നല്ല രീതിയിലേക്ക് വെയിലുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം അത്രയും നല്ല വെയിലാണ്. നമുക്ക് പകൽ വീടിൻ്റെ ഉമ്മറത്തൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പകലെന്ന് വെച്ചാൽ ഒരു ഉച്ച ടൈമിൽ. കാരണം അത്രയ്ക്ക് നല്ല വെയിലാണ് കേട്ടോ. പിന്നെ ഉമ്മറത്തേക്ക് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ചെടി ഇരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് നല്ല രീതിക്ക് തന്നെ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നനച്ച് കൊടുത്തു. ഒരു തുള്ളി വെള്ളം നനഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമായിട്ടുണ്ടാവും. അയ്യോ, ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസമായിട്ടുണ്ടാവും അവർക്ക്. അതേപോലെ തന്നെ എനിക്ക് കിട്ടും. അതൊന്ന് നനഞ്ഞപ്പോൾ തന്നെ ഒരു നമ്മളുടെ മനസ്സൊരു എന്താ പറയുക, ഭയങ്കര ഒന്ന് തണുത്ത പോലെ. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം കോരുകയാണ്. നമ്മളുടെ അവിടുത്തെ കിണറാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുടിക്കാനും അതേപോലെ തന്നെ തല നനയ്ക്കാനൊക്കെ ഇതേപോലെ ഞങ്ങൾ കോരുകയാണ് കേട്ടോ ചെയ്യുക. പൈപ്പ് കണക്ഷൻ ഉണ്ട്, പക്ഷെ അത് ഒരു ഉപ്പ് വെള്ളം അങ്ങനത്തെ ഒരു തരം വെള്ളമില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വെള്ളമാണ്. കാരണം നമുക്ക് അങ്ങനെ തല നനയ്ക്കാനൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് പേടിയാണ്. നമ്മളെ വീട്ടിലെല്ലാവർക്കും പേടിയാണ്. കാരണം തല നനച്ചിട്ട് മുടി കൊഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം തന്നെ നമ്മളെ കിണറ്റിൽ നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കോരിയിട്ട് അപ്പോൾ തന്നെ ഇരുന്ന് കുടിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് വെള്ളം എന്ന് പറയില്ലേ, അതേപോലത്തെ വെള്ളമാണ് കേട്ടോ. നല്ല കിട്ടുന്നതായിട്ടുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കുടിക്കാനും തല നനയ്ക്കാനും, നമ്മൾ തല നനയ്ക്കാൻ മാത്രമല്ല കേട്ടോ, കുളിക്കാൻ തന്നെ നമ്മൾ അതിൽ നിന്നാണ് കോരുക. കാരണം തല നനയ്ക്കാൻ മാത്രമായിട്ട് കോരണ്ടല്ലോ വിചാരിച്ചിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് അതിൽ തന്നെ കോരുക കേട്ടോ.
അങ്ങനെ അതൊക്കെ വെള്ളമൊക്കെ കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് വെള്ളം നനയ്ക്കുകയും അതേപോലത്തെ പരിപാടിയൊക്കെ നമ്മൾ കോരിയിട്ട് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പൈപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അത് കുഴൽ കിണറ്റിൽ നിന്ന് ഉള്ള കണക്ഷനാണ്. അത് കാരണം തന്നെ നമുക്കത് ഒരു നല്ല രീതിക്ക് ഉപ്പില്ല, പക്ഷെ ഒരു കട്ടിപ്പുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ നമ്മൾ ചെടിയിലേക്ക് നനയ്ക്കുന്ന സമയത്ത് അതൊന്ന് വാടി പോണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ കിണറ്റിൽ നിന്ന് കോരിയിട്ട് തന്നെയാണ് ചെടിക്കും വെള്ളം ഒഴിക്കാറ് കേട്ടോ. അപ്പോൾ അവർ നല്ല ഉഷാറായിട്ട് നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അത് കാരണം തന്നെ നമ്മൾ ചെടിയിലേക്ക് മറ്റേ പൈപ്പ് കണക്ഷൻ കൊടുക്കാറില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിക്കതും കോരി തന്നെയാണ് ചെയ്യാത്ത. പൈപ്പ് കണക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് ബാത്റൂമിലേക്കും അതേപോലെ തന്നെ തിരുമ്പാൻ, അതേപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകാൻ, അങ്ങനത്തെ ഐറ്റംസിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരാളെ കണ്ടില്ലേ, അത് ഒരാളുടെ കാല് കണ്ടില്ലേ, അപ്പോൾ അത് നമ്മുടെ അടുത്ത വീട്ടിലത്തെ താത്തയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താണ് അമ്മയുടെ പാട്, അതേപോലെ തന്നെ എന്താണ് അവിടുത്തെ പോയ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇട്ട് അങ്ങനെ കുറേ ടൈം പോകും കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ ചുറ്റുപാടും നിറച്ചും വീടുകളാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചിട്ടൊക്കെ ആയിട്ട് കുറേ സമയം പോകും. അപ്പോൾ ഇതേ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏകദേശം 6:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തുടയ്ക്കാനുള്ള പ്ലാനിൽ അകത്തേക്ക് ചാടി. പിന്നെ ഇനി അകത്തെ പരിപാടീസാണ് കേട്ടോ. തുടയും കാര്യങ്ങളൊക്കെയാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ ചുമക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഫം കിട്ടും, അതേപോലെ തന്നെ ചുമക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പൊടിയൊക്കെ തട്ടുന്ന സമയത്ത് നമ്മൾ എത്ര മാസ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരല്പം പോലും തട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ പൊടിയൊക്കെ തട്ടുന്നുണ്ടായിരിക്കും. അത് കണ്ടാൽ തോന്നുന്നു എനിക്ക് ഈ തുടയ്ക്കുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ചുമക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാൻഡ് കർച്ചീഫ് അതേപോലെ തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് തന്നെ പ്ലാൻ ചെയ്തത്. കാരണം അങ്ങനെ നമ്മളെന്തായാലും ഈ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തല്ലേ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക. അല്ലാതെ എനിക്ക് ഒട്ടും മാസ്ക് യൂസ് ചെയ്യണത് ഇഷ്ടമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യണ സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സബ്സ്ക്രൈബർ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാനിവിടെ കമൻറ്റ് ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് സമയം വന്നതെന്നും കൂടിയും വിചാരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ സമയത്ത് ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ആ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഹാൻഡ് കർച്ചീഫ് ഇടാൻ പറ്റിയില്ല കേട്ടോ. അത് എനിക്ക് തീരെ പറ്റുന്നില്ല, തലയിൽ കെട്ടി നടക്കുക എന്നുള്ളത്. വേറെ ഒന്നല്ലടാ, അതും മാസ്കും കൂടിയിട്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടെടുക്കുകയാണ്. അതിൽ കൂടെ എനിക്ക് അയ്യോ ഭയങ്കര ചൂട്, അത് കണ്ടാ ചെയ്യാത്ത ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ പോട്ടെ, ആകപ്പാടെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം കേട്ടോ. നല്ല രീതിക്ക് വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് കിച്ചണിലത്തെ പരിപാടി നോക്കാം. അപ്പോൾ ഇതേ ഞാൻ കുളിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് ഒതുക്കുകയാണ്, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കിടക്കേണ്ടതും കൂടിയല്ലേ. അപ്പോൾ അമ്മയ്ക്ക് പൊടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇനി തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ചുമക്ക് കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചുമക്കൊന്ന് മാറണ വരെ അങ്ങനെ പൊടിയും മഞ്ഞും കാര്യങ്ങളൊന്നും തട്ടാതെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ പൊടിയൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താ പറയുക 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളുടെ ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ഇതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് നമ്മളിങ്ങനെ വിരിക്കുന്ന സമയത്ത് ഈ താഴത്തായിട്ട് 4 സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടിട്ട് വെക്കില്ലേ, ഇങ്ങനെ ആരൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ? ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കിടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല, നല്ല വൃത്തിക്ക് തന്നെ അത് സെറ്റായി കിടക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അമ്മ ഞാൻ അങ്ങനെ വിരിക്കാൻ ചിലപ്പോൾ മടി കാരണം അങ്ങനെ ഇടും. അപ്പോൾ അമ്മ വിരിച്ച് അങ്ങനെ സെറ്റാക്കി തരും. അപ്പോൾ ഇതേ ഇനി നമ്മൾ ഫുഡിൻ്റെ കാര്യം നോക്കുകയായി. ഫുഡിന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, തക്കാളി ചട്നിയാണ് കേട്ടോ. പിന്നെ ഇടയിൽ ഐസ്ക്രീം പോയി കഴിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളുടെ പച്ചമുളകാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, പച്ചമുളക്, വേപ്പില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കുമല്ലേ, നാശാവാതെ ഇരിക്കുകയും ചെയ്യും.
അങ്ങനെ ഇതേ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനൊരു തട്ടിക്കൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് എനിക്ക് അതിനുള്ള ക്ഷമയില്ല, നന്നാക്കാനൊക്കെ ഉള്ള ക്ഷമയില്ല. അത് കാരണം തന്നെ ഞാൻ വേഗം കഴിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തക്കാളിയും പച്ചമുളകും അതേപോലെ തന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് വഴറ്റില്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്താലും എനിക്കിഷ്ടമാണ് തക്കാളി ചട്നി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തക്കാളി ചട്നി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ എരിവ് കുറച്ച് കൂടി പോയിട്ടോ. ഇത് ഓൾറെഡി ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മുളക് പൊടി കുറച്ചാണ് ഇട്ടത്, പക്ഷേ എന്തോ എരിവ് കൂടിപ്പോയി. അപ്പോൾ ഇതേ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചിട്ട് നമ്മളിത് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളുടെ മുട്ട വറുക്കുകയാണ് കേട്ടോ. അപ്പം മുട്ട വറുക്കുന്നത് ഇത് ആയതിന് ശേഷം അതിൽ തന്നെ മുട്ട വറുക്കുകയാണ് കേട്ടോ. ഈ നമ്മളിങ്ങനെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ മുട്ട വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടയ്ക്ക് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒന്നും കൂടി ഒന്ന് രസമായിട്ടുള്ള പോലെ ഉണ്ടാവും നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. അങ്ങനെ തോന്നിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ തക്കാളി ചട്നിയും നമ്മളുടെ മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ അടുത്ത വീട്ടിലെ ആൻറ്റി നമുക്ക് മീൻകറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അപ്പം വെച്ചിട്ടുണ്ടായിരുന്ന മീൻകറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല കേട്ടോ, രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഉള്ള കാരണം പിന്നെ അങ്ങനെ മീൻകറി എടുത്തില്ല. അങ്ങനെ ഞാൻ നമ്മളുടെ തക്കാളി ചട്നിയും മുട്ട വറുത്തതും കൂട്ടിയിട്ട് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അറഞ്ചം പൊറിച്ചിരുന്ന് കഴിച്ചിട്ടാ. അപ്പോൾ താഴത്ത് ചേച്ചിയുടെ പുത്രൻ കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ബ്ലറാവുന്ന പോലെ തോന്നില്ലേ. ഹലോ, അപ്പോൾ ഇതേ നമ്മളുടെ എല്ലാ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വാതിലൊക്കെ അടച്ചിട്ട് പോയതല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഒതുക്കലും പരിപാടീസും നമ്മളുടെ പൊടിത്തട്ടലും കാര്യങ്ങളും ഒരുപാട് പണിയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങുക. ഇതാണ് തന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ എന്താ പറയുക, പിന്നെ ഉണ്ടല്ലോ, ഇതുവരെയായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ നമ്മളെ ചാനൽ കയറി കണ്ടു നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. നമ്മുടെ ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡെയിലി ലൈഫ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നെക്സ്റ്റ് ഞാൻ ഈ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നെന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.